നമസ്കാരം. അപ്പോൾ കൽക്കി എന്ന് പറയുന്ന ഒരു ചിത്രം കണ്ടതിന് ശേഷം ഇപ്പോൾ ഒരു 100% പ്രേക്ഷകർക്ക് ഒരു 88% അല്ല 98% ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ റെസ്പോൺസ് നമ്മൾ ഒത്തിരി കണ്ടത്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിനെ കുറിച്ച് നെഗറ്റീവ്സ് അടിച്ചിറക്കിയിട്ട് ഒത്തിരി മീഡിയാസ് വരുന്നുണ്ട്. മീഡിയാസിനെ കുറ്റം പറയല്ല വേണ്ടത്. ഇതിനകത്ത് ഒരു ചിത്രം കണ്ടതിന് ശേഷം ഒത്തിരി നെഗറ്റീവുകൾ അടിച്ചിറക്കുന്ന മാന്യന്മാരായ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഈ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ, അതായത് അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ റെസ്പെക്ട് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? ഇന്നും ഇന്നലെയായിട്ട് ഇറങ്ങിയ ഒരു നടനല്ല ഈ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന വ്യക്തി. അമിതാഭ് ബച്ചനൊക്കെ വയസ്സായി എന്നാണ് പറയുന്നത്. വയസ്സായി എന്നാണ് അദ്ദേഹത്തിന് അഭിനയിക്കാൻ പാടില്ലേ? എന്തും മണ്ടത്തരമാണ് പറയുന്നത്. ആ ഒരു മാന്യം പറഞ്ഞിരിക്കുകയാണ്, അമിതാഭ് ബച്ചൻ വയസ്സായില്ലേ, അദ്ദേഹത്തിന് എന്തിനാണ് ഈ ഒരു റോൾ കൊടുക്കുന്നത്? ആ ഒരു റോൾ ചെയ്യാൻ പറ്റിയ ഒരേ ഒരു വ്യക്തി അമിതാഭ് ബച്ചനാണ് തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിലൂടെ. ഈ ഒരു ചിത്രം കണ്ടതിന് ശേഷം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതിനോട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ പറയുന്ന കാര്യങ്ങൾ മണ്ടത്തരമാകരുത്. കാരണം അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വാല്യൂ എന്താണെന്ന് ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ വേൾഡ് സിനിമ തന്നെ നേരിൽ കണ്ടതാണ്. അത് ഇനി അദ്ദേഹം വന്ന് രണ്ടാമത് തെളിയിക്കേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹത്തിന് പ്രായമായില്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിലിരുന്നു, ആ ഒരു ക്വസ്റ്റ്യനൊക്കെ വെറും ഏച്ചുകെട്ടാണ്. ഇതേപോലുള്ള ചിത്രങ്ങൾ രാജമൗലി ചെയ്താൽ മാത്രമേ ശരിയാവൂ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? രാജമൗലിക്ക് മാത്രം സിനിമ ചെയ്താൽ മതിയോ? ബാക്കിയുള്ളവർക്കൊന്നും കഴിവില്ലേ? ഒരു അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് ഒരു സംഭാഷണം. കാരണം രാജമൗലി ചെയ്താൽ മാത്രമേ ഈ ഒരു സിനിമ, ഇതേപോലുള്ള സിനിമകൾ ഹിറ്റാവൂ, അല്ലെന്നുണ്ടെങ്കിൽ മഹാഭാരതം മുഴുവനായിട്ടും രാജമൗലി തന്നെ ചെയ്യണം, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഈ കൽക്കി എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന്റെ ക്രിയേഷനും ഡയറക്ഷനും പക്കയാണ്. എന്തിന് ഈ ഒരു ചിത്രം കണ്ടതിന് ശേഷം ഡീഗ്രേഡ് അടിക്കാൻ നോക്കുന്നു? എന്തിനെ? ഈ ഒരു ചിത്രം നല്ല ചിത്രം എന്നുള്ളത് പ്രേക്ഷകർ തെളിയിച്ചു കഴിഞ്ഞതാണ്. ആദ്യ ദിവസം മാത്രമല്ല, രണ്ടാമത്തെ ദിവസത്തെയും റെസ്പോൺസ് കണ്ടതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഡീഗ്രേഡ് അടിക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. ഇതിനാണ് ഈ രാജമൗലിയെ ബൂസ്റ്റ് ചെയ്യുന്നത്. ഈ രാജമൗലിക്ക് മാത്രമേ ഇതേപോലുള്ള സിനിമകൾ എടുക്കാൻ സാധിക്കൂ എന്നുള്ളത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം ഒത്തിരി വളർന്നു വരുന്ന കലാകാരന്മാരും ഡയറക്ടേഴ്സും ഇനിയുമുണ്ട്. അവരും തഴയാൻ പാടില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാത്രമേ ഇതേപോലുള്ള സിനിമകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുന്നത് വലിയൊരു മണ്ടത്തരം തന്നെയാണ്. അതുകൊണ്ട് ആ സുഹൃത്ത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഈ ഒരു ചിത്രം കണ്ടതിന് ശേഷം കൽക്കി കൊള്ളൂല, പിന്നെ കൽക്കിയിലെ മഹാഭാരതം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ടിട്ടേക്കണം, ഇവിടെ നിന്ന് പറക്കുന്നുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. ഇതിനു മുമ്പ് ഒന്നും നിങ്ങൾ ഇതുപോലത്തെ സിനിമകളൊന്നും കണ്ടിട്ടില്ലേ? എന്നാൽ ബാഹുബലി ഗ്രാഫിക്സ് ഇല്ലേ? എന്തുകൊണ്ടാണ് ബാഹുബലി മാത്രം പൊക്കി പറയുന്നത്? കൽക്കി എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന് എന്താണ് കുറവ്? ബാഹുബലി എന്നൊരു ചിത്രം കണ്ടതിന് ശേഷം ബാഹുബലി മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കൂ, അല്ലെങ്കിൽ ബാഹുബലിയുടെ ഡയറക്ടർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഈ ഒരു ചിത്രത്തിന്റെ മനഃപൂർവ്വം ഡീഗ്രേഡ് അടിക്കുന്നതാണ് 100 വോൾട്ടേജിൽ എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാവും. ഈ ഒരു ചിത്രം കണ്ടതിന് ശേഷം വളരെ പുച്ഛത്തോടുകൂടി, ഒട്ടും വാല്യൂ കൊടുക്കാതെ എന്ത് സിനിമയാണത്? ആ ഒരു ചോദ്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം കണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. ശരിക്കും ഈ ഒരു പ്രായത്തിൽ തന്നെ നമ്മുടെ മമ്മൂക്കയും അഭിനയിക്കുന്നതാണ് മലയാള സിനിമ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ലാംഗ്വേജുള്ള സിനിമകളിൽ. ഒട്ടും തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ഒരു പ്രേക്ഷകർ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, മമ്മൂക്കയ്ക്ക് ഇത്ര വയസ്സായില്ലേ, അഭിനയം നിർത്തിക്കൂടെ? ഒരു പ്രായം വെച്ചിട്ടല്ല ഒരാളുടെ അഭിനയ മികവ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതാദ്യം മനസ്സിലാക്കുക. പ്രായമല്ല, അദ്ദേഹത്തിന്റെ കഴിവ്, ക്വാളിറ്റി. എത്ര പ്രായമായാലും അദ്ദേഹത്തിന് ഒരു ക്വാളിറ്റി ഉണ്ട്, അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അല്ലാതെ അമിതാഭ് ബച്ചൻ ഇത്രയും പ്രായമായില്ല, അയാൾക്ക് ഇനി ഇതുപോലുള്ള അവസരങ്ങൾ കൊടുക്കണോ? ഈ പറയുന്ന അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറഞ്ഞല്ലേ വേറെ ലെവലാണ്, അതാദ്യം മനസ്സിലാക്കുക. ആ ലെവലൊന്നും കൊണ്ട് ഇനി രണ്ടാമത് അദ്ദേഹം തെളിയിക്കേണ്ട കാര്യമില്ല. അമിതാഭ് ബച്ചനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ള ഒരു കാര്യം. ഷോലെ എന്ന് പറയുന്ന ഒരു പഴയ ചിത്രമില്ല, അത് ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്, അതാദ്യം മനസ്സിലാക്കുക. ആ ഷോലെ എന്ന് പറയുന്ന ഒരു ചിത്രം ഒരു 30, 50, 20 തവണയെങ്കിലും കുറഞ്ഞത് ഓരോ വ്യക്തികളും കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ആ ഒരു ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ അഭിനയ മികവ് അത് വേറെ ലെവലാണ്. ഈ പറഞ്ഞ വാചകങ്ങൾ പ്രേക്ഷകർ കേട്ടാൽ ആട്ടി ഓടിക്കും. കാരണം ഈ ഒരു ചിത്രം കണ്ടിറങ്ങിയതിന് ശേഷം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തി അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആ ഒരു അതുല്യ പ്രതിഭയാണ്. അതാദ്യം മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഇതുള്ള വാചകങ്ങൾ അഴിച്ചുവിടാൻ. നമ്മളെല്ലാവരും ഓരോ ചിത്രങ്ങളെയും റെസ്പെക്ട് ചെയ്യുന്ന, അല്ലെന്നുണ്ടെങ്കിൽ നേരിൽ കണ്ടതിന് ശേഷം വിലയിരുത്തുന്ന ഓരോ പ്രേക്ഷകരാണ്. തീർച്ചയായിട്ടും ഒരു നടനോ പ്രായമായി എന്ന് പറഞ്ഞ പ്രായത്തെ വെച്ച് അളക്കാൻ നോക്കരുത്. കാരണം ഒത്തിരി സിനിമകൾ ചെയ്ത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയും കഴിവും ഒക്കെ മുൻപേ തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കൽക്കി എന്ന് പറയുന്ന ചിത്രത്തിൽ തീർച്ചയായിട്ടും അമിതാഭ് ബച്ചന് കൊടുക്കേണ്ട ഒരു അന്തസ്സായിട്ടുള്ള റോള് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 100 വോൾട്ടേജ്. ഈ ഒരു ചിത്രത്തിന് ഡീഗ്രേഡ് അടിക്കുമ്പോൾ ബാക്കിയുള്ള പ്രേക്ഷകരൊന്നും പൊട്ടന്മാരല്ല എന്ന് മനസ്സിലാക്കുക സുഹൃത്തെ. അവർ ഈ ഒരു ചിത്രം അവരുടെ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ചെയ്തതാണ്.
പിന്നെ ഇമാതിരി വിഡ്ഢിത്തരങ്ങൾ പുലമ്പാതിരിക്കുക മീഡിയകളിൽ വന്ന്. ആ ഒരു ചിത്രത്തിന്റെ ഡയറക്ടറെയും അതിൽ അഭിനയിച്ചിരിക്കുന്ന അവരുടെ അഭിനയ മികവിനെയും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. ഈ ഒരു ചിത്രത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വേൾഡ് സിനിമകളിൽ കിടപിടിക്കുന്ന രീതിയിലാണ് ഈ ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും ഡയറക്ട് ചെയ്തിരിക്കുന്നതും അതിനോടൊപ്പം തന്നെ അഭിനയിച്ചിരിക്കുന്നതും. അതിൽ ഓരോ അഭിനേതാക്കളെ മാത്രം എടുത്തൊന്ന് ക്ലിയർ ചെയ്ത് നോക്കിയാൽ മതി. കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, ദുൽഖർ സൽമാൻ, പ്രഭാസ്, എന്തിനു വേണം ഒത്തിരി അഭിനേതാക്കൾക്ക് ഒത്തിരി അവസരം കൊടുത്ത ഒരു ചിത്രം കൂടിയാണത്. തന്നെ ഈ ഒരു ഡീഗ്രേഡ് ഒന്നും ആ ഒരു ചിത്രത്തിന് ഏക്കില്ല, അതാദ്യം മനസ്സിലാക്കുക. എത്ര തവണ ഡീഗ്രേഡ് അടിച്ചാലും ഈ ഒരു ചിത്രം പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമയ്ക്ക് ഡീഗ്രേഡ് പ്രേക്ഷയില്ല.